അമ്മയുടെ മനസ്സിന്റെ ആരോഗ്യസ്ഥിതി അല്പം മോശമാ മോനെ. എന്റെ മോൻ വന്ന് അവരോട് മാപ്പ് പറയണം. ഞാൻ ആരോടും മാപ്പ് പറയുന്ന പ്രശ്നമില്ല. മോനെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ പഴയ കാർത്തികല്ല. മനസ്സ് മരവിച്ചു പോയ മറ്റൊരു മനുഷ്യനാ. ഉന്നതനായൊരു പോലീസ് ഓഫീസറാ ഞാൻ. ഈ പ്രായത്തിനിടയിൽ പല ക്രിമിനൽ കേസുകളും അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. പക്ഷേ സ്വന്തം ഭാര്യയുടെ അവിഹിതം കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഭാര്യയും അതുപോലെ മറ്റുള്ളവരെയും അന്ധമായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതിന്റെ പ്രതിഫലം ശിക്ഷ. ഞാനൊരു വിഡ്ഢിയാ. എന്റെ സഹപ്രവർത്തകർ എന്നെ ഒരു പരിഹാസഭാവത്തിലെ ഇനി മുതൽ നോക്കൂ. അതുകൊണ്ട് എനിക്കിനി മുന്നും പിന്നും ഒന്നും നോക്കാനില്ല. ചോര പൊടിയുന്ന മനസ്സുമായി നിൽക്കുന്ന മറ്റൊരു മനുഷ്യനാ ഞാൻ. മോനെ, പിള്ളേർ നേടി. പിള്ളേര് പുറത്ത് കളിക്കുന്നുണ്ട്. നീ എന്താടി മത്തങ്ങ കണ്ടതിൽ നാട്ടിയ നോക്കുത്തി പോലെ നിൽക്കുന്നത്? വേഗം സാധനങ്ങൾ എടുക്കടി. അതല്ല ജഗദീഷേട്ടാ, ആ കാർത്തിക് അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വെച്ച് നമുക്കിവിടുന്ന് ഇറങ്ങിപ്പോവേണ്ട കാര്യമുണ്ടോ? ഈ ചെമ്പകമംഗലത്തിന്റെ യഥാർത്ഥ അവകാശി ജഗദീഷേട്ടനല്ലേ? എടീ, എനിക്ക് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും വാക്കാണ് വലുത്. അമ്മ പറയുന്നത് ഞാൻ അനുസരിക്കണം, എനിക്കത്രയേ ഉള്ളൂ. ചെമ്പകമംഗലത്തിന് സമ്പത്ത് വേറെയുണ്ട്. നമ്മൾ അവിടെ പോയി താമസിക്കും. എന്താ, ഞങ്ങളുടെ കൂടെ വരാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഏയ് അല്ല, ഈ കൊട്ടാരം വിട്ടുവരാൻ അഭിമാനം സമ്മതിക്കുന്നില്ല എന്നുണ്ടോ? അതെന്താ ജഗദീഷേട്ടാ അങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അല്ല, കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ അങ്ങോട്ട് ഉരുളണോ ഇങ്ങോട്ട് ഉരുളണോ എന്നുള്ള മട്ടിലുള്ള നിന്റെ നിപ്പ് കൊണ്ട് ചോദിച്ചതാ. ആ കാർത്തിയുടെ ഈ ധിക്കാരൊന്നും എനിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല ജഗദീഷേട്ടാ. അവനെന്ത് ഭ്രാന്തുണ്ടോ? അവനെ ഭ്രാന്തനാക്കിയതാരാടി? ആരാന്ന്? വൈശാഖ് എന്ന് പറഞ്ഞൊരു ഫ്രോഡ്. ആ ഫ്രോഡ് നിന്റെ ആരാന്നറിയാലോ. ശവത്തിലെ കുത്തല്ലേ ജഗദീഷേട്ടാ? ഒരു കുടുംബത്തിലെ മുഴുവൻ പേരെയും ശവങ്ങളാക്കി മാറ്റിയിട്ടല്ലടിയെ അവൻ പോയത്. നിന്നോടുള്ള എന്റെ സ്നേഹമാണ് അവൻ മുതലെടുത്തത്. അവന്റെ ആ ലക്ഷണം കെട്ട മുഖവും ലോക തരികിടയുടെ നടപ്പൊക്കെ കണ്ടപ്പോ പല പ്രാവശ്യം അവന്റെ പല്ലടിച്ച് തെറിപ്പിക്കണം ഞാൻ ഓർത്താ. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ നിന്റെ മുഖം ഓർത്തു. നിന്റെ കുടുംബത്തിൽ നീ ഒഴിച്ച് ബാക്കിയെല്ലാം ഇന്റർനാഷണൽ കച്ചറകളായി പോയല്ലോടി. ജഗദീഷേട്ടാ, വളവന്മാരായ ആങ്ങളമാരെ സംരക്ഷിക്കുന്ന എല്ലാ പെങ്ങന്മാർക്കും ഒരു പാഠമായത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം. അത് സമാധാനമുള്ളൊരു കുടുംബജീവിതത്തിന് അത്യാവശ്യമാണ്. എന്റെ കുടുംബത്തെ വിട്ടൊരു ലോകം എനിക്കില്ല. അതാ ഞാൻ ഇക്കാര്യത്തിൽ നിന്നോട് ക്ഷമിക്കാൻ തയ്യാറായത്. അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരു ഡൈവോഴ്സിൽ എത്തിച്ചേരുമായിരുന്നു. നിന്റെ ആങ്ങള പണ്ട് മൈഥിലിയെ സ്നേഹിച്ചിരുന്നുള്ള സത്യം നീ എന്നോട് മറച്ചു വെച്ചു. അത് എന്നോടും ഈ കുടുംബത്തോടും നീ ചെയ്ത പൊറുക്കാനാവാത്ത മാപ്പർഹിക്കാത്ത തെറ്റാണ്. നീ നിന്റെ ഭർത്താവായി എന്നോട് ആ സത്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിലേ ഇന്നേ വീട്ടിൽ ഈ മഹാദുരന്തം സംഭവിക്കില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം ജഗദീഷേട്ടാ, ഇതിങ്ങനെ ചെന്ന് അവസാനിക്കുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല. നീ പ്രസവിച്ച എൻ്റെ 2 കുട്ടികൾ
അവരെ ഓർത്ത് എന്നോട് ഞാൻ ക്ഷമിക്കുന്നു. പക്ഷേ ഒരു വാക്ക്, ഇനിയുള്ള ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രാവശ്യം നീ വൈശാഖ് എന്നുള്ള പേര് ഉച്ചരിച്ച അന്ന് തീർന്നു നീയും ഞാനും തമ്മിലുള്ള മഹത്തായ ദാമ്പത്യം. മനസ്സിലായോടി? മനസ്സിലായി. എന്നാ ചെന്ന് വേഗം എടുക്കാനുള്ള സാധനങ്ങൾ എടുക്ക. ഭാഗ്യം കൊണ്ട് ആ ക്ലിനിക്കിൽ നിന്ന് രക്ഷപ്പെട്ടത്. അത് ക്ലിനിക്കൊന്നുമല്ല, ഒരു കുരിശാണ്. ഡെലിവറി കഴിഞ്ഞ് ഒരു സ്ത്രീക്ക് വേണ്ട എല്ലാ ചികിത്സയും അവർ ചെയ്തു. അതാ ഞാൻ ഇങ്ങനെയെങ്കിലും നിൽക്കുന്ന. കഷ്ടം, അവിടുത്തെ ബില്ല് പോലും കൊടുക്കാതെ മുങ്ങേണ്ടി വന്നല്ലോ. ബില്ല് കൊടുത്ത് മാന്യരാകാൻ നോക്കിയാലേ പോലീസിന്റെ പിടിയിലാവും. ഒരു ACPയുടെ ഭാര്യ ഞാൻ തട്ടിക്കൊണ്ട് പോന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പോലീസുകാരന്റെ കയ്യിൽ എന്നെ കിട്ടിയാലേ അവരെന്റെ ദേഹത്ത് കയറി മേയും. ക്ലിനിക്കിലെ ഒരു ഡോക്ടറുടെ നോട്ടവും മറ്റും കണ്ടപ്പോഴേ ഞാൻ അപകടം മണത്തതാ. അയാള് പോലീസിനെ ഫോൺ ചെയ്യുന്നത് ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടു. അതാ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മുങ്ങിയത്. അവൻ്റെ അപ്പനല്ല, എൻ്റെ അപ്പൻ. എൻ്റെ അപ്പനെ കാട്ടാനയ്ക്ക് വരെ പട്ടുടുപ്പ് തയ്പ്പിക്കുന്ന മന്മഥ പണിക്കര. നിന്റെ അപ്പനും അമ്മയും ആ കല്യാണ സ്ഥലത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടും? തല്ലുകൊണ്ടിപ്പം നാശമായി കാണും. ജഗദീഷ് അളിയും ചിലപ്പോ അച്ഛനെ കയറി അടിച്ചെന്നൊക്കെ വരും. അത് ഉറപ്പാ. അല്ല, അമ്മയ്ക്കിട്ട് പിന്നെ സാവിത്രി ചേച്ചി കൊടുത്തോളൂ. ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ആപത്താ. ആ ടാക്സിക്കാരൻ വരാത്ത എന്താ? ആ, പെട്രോള് ഫുൾ ടാങ്ക് അടിച്ചിട്ട് വരാനാ ഞാൻ അവനോട് പറഞ്ഞിരിക്കുന്നത്. പെട്രോൾ പമ്പിലെ നമ്മളെ കാണണ്ടാന്ന് വെച്ചിട്ടാ. അവനിപ്പോ അങ്ങ് വരും. എടാ, നമ്മൾ ഇങ്ങോട്ടാടാ. അല്ല, ബാംഗ്ലൂർ യാത്ര തൽക്കാലം ക്യാൻസൽ ചെയ്യുന്നു. ഫോർട്ട് കൊച്ചിയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നു. അല്ല, ഫിസിക്കലി നീ ഓക്കെ ആയിട്ട് നമ്മൾ ബാംഗ്ലൂരിലേക്ക് വിടും. ആ, ദേ അവൻ വരുന്നുണ്ട്. ആ, വാ വാ, കയറിക്കോ. എന്റെ കൃഷ്ണ, കരുണാമയനായ അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. ഇത്രയും നാളും അങ്ങയുടെ കൃപാവരങ്ങളോടെ ജീവിച്ച ഈ വീട്ടിൽ നിന്നും ഞങ്ങൾ എന്നേക്കുമായി പോവുകയാണ് മറ്റൊരിടത്തേക്ക്. ഞങ്ങളുടെ യാത്രകളിൽ അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അങ്ങയുടെ ഈ വിഗ്രഹം ഞങ്ങൾ എടുക്കുക. വിഗ്രഹം എടുക്കാനൊന്നും പറ്റില്ല. അത് ശരി, ഈ പോകുന്ന പോക്കില് ഈ ചെമ്പകമംഗലത്തിന്റെ ഐശ്വര്യം കൂടി അടിച്ചുകൊണ്ട് പോകാനാണ് പദ്ധതി അല്ലേ? കുടുംബത്തിന്റെ ദേവനെ എടുത്തോണ്ട് പോയാ വേഗം ഞങ്ങളും തെണ്ടിത്തിരിഞ്ഞ് അങ്ങോട്ടേലും പോവുമല്ലോ. ഈ മഹത്തായ ഐഡിയ ആര് പറഞ്ഞു തന്നു?
ഇവളോ? അതോ എന്റെ മകന്റെ ജീവിതം തകർത്ത ആ ചെറിയോളോ? ദേ, നീ അനാവശ്യം പറയരുത്. നിരപരാധികളായി ഇവരെ അങ്ങ് വിട്ടേക്ക്. ഇതെന്റെ കുട്ടിക്കാലം മുതൽ ഞാൻ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന എന്റെ കൃഷ്ണവിഗ്രഹം. ഇത് ഞാൻ എടുത്തോട്ടെ? പറ്റില്ല. ഈ ദേവനില്ലാത്ത ചെമ്പകമംഗലം വിളക്ക് കത്തിക്കാത്ത വീട് പോലിരിക്കും. അത് മാത്രമല്ല, ഈ ദേവൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ദേവന്റെ മുന്നിൽ വെച്ച മ്യൂറൽ പെയിന്റിങ്ങിന്റെ സാരികൾ പൂജിക്കുന്നത്. ഇത് തലമുറകളായി ചെമ്പകമംഗലത്തിന്റെ ദേവന്. ഈ വിഗ്രഹം നിങ്ങൾ കൈക്കലാക്കിയ പിന്നെ തീർന്നില്ലേ ഇവിടുത്തെ സമ്പത്ത് സമൃദ്ധിയല്ല. എന്റെ സമ്പത്തുകളെല്ലാം നിങ്ങൾക്ക് തന്നിട്ടാ ഞാൻ പോകുന്നത്. ഈ ഒരു വിഗ്രഹം മാത്രം എനിക്ക് വേണം. അത് നടക്കില്ല. ഞാനത് തരില്ല. ഇവിടുന്ന് വെറും കൈയോടെ ഇറങ്ങി പോകണമെന്നാ എന്റെ മകൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ അങ്ങ് അനുസരിച്ചാ മതി. നിന്റെ മകൻ മറ്റൊരു വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ചു വിട്ട നിന്നെ ഒരമ്മയുടെ അച്ഛന്റെ വാത്സല്യമാണ് ഇവിടെ പിടിച്ചു നിർത്തിയത്. അതിനുള്ള പ്രതിഫലം നീ ഞങ്ങൾക്ക് തന്നു. ഇന്ന് നീ നിന്റെ മാതാപിതാക്കളായ ഞങ്ങളെ ഇറക്കി വിടാൻ നീ നിന്റെ മകനോടൊപ്പം നിൽക്കുന്നു. നിന്റെ അനുഭവം നാളെ മറിച്ചായിരിക്കില്ല. നിന്റെ മകൻ നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. ഇതൊരു പ്രാക്കാണെങ്കിലേ ഈ പ്രാക്ക് എനിക്ക് ഏക്കില്ല. ശപിക്കുന്നവരുടെ ഭാഗത്ത് ന്യായം ഇല്ലെങ്കിലേ ഈ ശാപം എനിക്ക് ഏക്കില്ല. അമ്മ ഈ ഒരു ദേവന്റെ വിഗ്രഹം മാത്രമല്ലേ സാവിത്രി ആവശ്യപ്പെട്ടുള്ളൂ? അതെങ്കിലും അമ്മയ്ക്ക് നൽകിക്കൂടെ? ഓ, വന്നു ഹൈക്കോടതി വക്കീല്. ദേ, നിന്റെ വക്കാലത്തൊന്നും ഇവിടെ ആവശ്യമില്ല. ആസ്ഥാനത്തെ കയറി മധ്യസ്ഥതയ്ക്ക് വന്നാലേ എന്റെ നാവിന് നല്ലത് നാല് കേക്കും. നിന്നോട് തർക്കിച്ച് ജയിക്കാനൊന്നും ഞങ്ങളില്ല. കാരണം നിന്റെ ഉള്ളിൽ ദൈവമല്ല, പിശാചാ ഭരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഈ വിഗ്രഹം ഞാൻ തരില്ല. സാവിത്രി, വേണ്ട മോളെ, വേണ്ട. ഈ വിഗ്രഹത്തിന് വേണ്ടി നീ ഇവളോട് യാചിക്കൊന്നും വേണ്ട. ദൈവം ഒരു വിഗ്രഹത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലല്ലോ. ഒരു വിശ്വാസത്തോടെ നോക്കിയാല് നമ്മുടെ കൺമുന്നിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാന്നിധ്യമാണ് ദൈവം. നന്മയുള്ളവരുടെ കൂടെ ദൈവ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവും. ഓ, അമ്മ പറഞ്ഞതാ ശരി. ദേവന്റെ വിഗ്രഹം പൂജാമുറിയിൽ തന്നെ ഇരിക്കട്ടെ. കോടിക്കണക്കിന് രൂപ മുടക്കി പണിത ക്ഷേത്രത്തിലെ സ്വർണ്ണ ശ്രീകോവിലിൽ അടങ്ങിയിരിക്കലല്ല ദൈവത്തിന്റെ പണി. അത് കാരുണ്യമുള്ളവരുടെ മനസ്സുകളിൽ എപ്പോഴും ഉണ്ടാവും. നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓ, വാ മോളെ. രാജലക്ഷ്മിയുടെയും എന്റെയും മരുന്നുകൾ എടുത്തോ മോളെ. അതൊക്കെ എടുത്തിട്ടുണ്ട് അച്ഛാ. കൂടും കുടുക്കയൊക്കെ എടുത്ത് എല്ലാം ഇറങ്ങ്. സ്വന്തം മകളായി എനിക്ക് തെരുവനായുടെ വില പോലും കൽപ്പിക്കാത്ത ഇവർക്ക് ഇതും ഇതിലപ്പുറം അനുഭവം കിട്ടണം. സാവിത്രി, അമ്മയോടും അച്ഛനോടും ഒന്നും പോരുതെന്ന് പറ. അവര് പോവാൻ ഞാനിവിടെ കാത്തു നിൽക്കുന്നു. അപ്പം ഞാൻ പോകണ്ടെന്ന് പറയണോ? ദുഷ്ടമനസ്സിന്റെ ഉടമയാണ് നീ എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ
ഇത്രയ്ക്ക് നീചയാണെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നു. എടി, നിന്നെ കിട്ടുന്നതും ഉരുൾപൊട്ടലിൽ മരിക്കുന്നതും എനിക്ക് ഒരുപോലെയാ. ഞാനിപ്പോ ഈ ചെമ്പകമംഗലത്തിന്റെ ഉടമയെ അത് മറക്കരുത്. ഉടമ എടി, വെറുതെ ഒരു സെക്കൻഡ് ഒന്ന് പണിമുടക്കിയാൽ അതോടെ തീർന്നു ഈ ഉടമസ്ഥതയൊക്കെ. നമ്മളെങ്ങോട്ടാ പോന്നച്ചാ? നമ്മള് മനുഷ്യവാസമുള്ള സ്ഥലത്തേക്ക് താമസം മാറ്റുന്നു. ഇതൊരു കാടാണ്, വന്യമൃഗങ്ങൾ താമസിക്കുന്ന കൊടും കാട്. ഇവിടെ അന്യോന്യം കൊന്നു തിന്നുന്ന മൃഗങ്ങളാ ഉള്ളത്. ഞാൻ ഇരപിടിക്കുന്ന കടുവയായിരിക്കും. അച്ഛനോടും അമ്മയോടും ഒരു വാക്ക്. ഞാൻ ചെമ്പകമംഗലത്ത് നിന്നത് നിങ്ങളെ രണ്ടുപേരെയും എൻ്റെ സ്വന്തം അച്ഛനെയും അമ്മയും പോലെ സ്നേഹിച്ചുകൊണ്ടാ. പ്രായം കൊണ്ട് എന്നേക്കാൾ ഇളയതാണെങ്കിലും നന്ദിനി ഏട്ടത്തി എനിക്ക് എൻ്റെ ഏട്ടത്തി തന്നെയായിരുന്നു. ഒരേട്ടത്തെയും അനിയൻ കുട്ടനും. അതുകൊണ്ട് എല്ലാവരോടും കൂടി ഒരപേക്ഷ, നിങ്ങൾ ആരും ഇവിടെ നിന്ന് പോകരുത്. കാർത്തിക്ക് വേണ്ടി അവന്റെ അച്ഛനായ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ഓ, ഇങ്ങേർക്കെന്താ തലയ്ക്ക് വട്ടുണ്ടോ? അച്ഛാ, അവൻ ഒത്തിരി സ്നേഹിച്ചതാ മൈഥിലിയെ. പ്രസവം കഴിഞ്ഞ് മുലപ്പാൽ പോലും കൊടുക്കാതെ ആ കുഞ്ഞിനെ ഇട്ടച്ചു പോയപ്പോ അക്ഷരാർത്ഥത്തിൽ അവനൊരു ഭ്രാന്തനായി മാറി. അതുകൊണ്ട് അവനോട് ക്ഷമിക്കണം. എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ഞാൻ തീരുമാനിച്ചത് തന്നെയാ. എന്റെ ആ തീരുമാനം എനിക്ക് ഭ്രാന്താകാതിരിക്കാൻ വേണ്ടിയാ. കാർത്തിക്, മിണ്ടാ നിൽക്ക്. അച്ഛാ, അവന്റെ വാക്കുകൾ കാര്യമാക്കണ്ട. നിങ്ങൾ ആരും ഇവിടെ വിട്ടു പോകരുത്. എങ്കിൽ അച്ഛൻ കൂടി അവരുടെ കൂടെ പൊയ്ക്കോ. എന്റെ വാക്ക് കേൾക്കാത്ത ആരും ഇവിടെ നിൽക്കണമെന്നില്ല. രാമഭദ്ര, നിന്റെ സൽസ്വഭാവവും സന്മനസ്സും പഠിച്ചിട്ട് തന്നെ ഞങ്ങൾ നിനക്ക് സാവിത്രിയെ വിവാഹം കഴിച്ചു നൽകിയത്. പക്ഷേ നിന്റെ മനസ്സല്ല, നിന്റെ ഭാര്യയ്ക്കും ഈ മകനും ഉള്ളത്. വിഷമിക്കണ്ട രാമഭദ്ര, നിന്നോട് ഞങ്ങൾക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. നന്ദിനി അടുത്തി, രാമേട്ട സങ്കടപ്പെടാതെ. ഇത് ദൈവനിശ്ചയായിരിക്കും. അതങ്ങനെ തന്നെ നടക്കട്ടെ.